നമസ്കാരം. കേരളത്തിലെ മലയോര കർഷകരെ വളരെയേറെ ആശ്വസിപ്പിക്കുന്ന, അവർക്കൊരാശ്വാസം കൊടുക്കുന്ന പുതിയൊരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ആ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് ഈ ഒരു സമയത്തെ എൻ്റെ ഉദ്ദേശം. നമ്മളുടെ ഇവിടെ വന്യമൃഗശല്യം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും ജീവനാശത്തിനുമൊക്കെ അതിൻ്റെ എമൗണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് വനംവകുപ്പിൽ നിന്നായിരുന്നു. അങ്ങനെ വനംവകുപ്പിലേക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ആയിരക്കണക്കിന് പരാതികളും അപേക്ഷകളും ഓൾറെഡി എത്തിയിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര രീതിയിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അതിന് അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ പുതിയതായിട്ടൊരു തീരുമാനം എടുത്തിരിക്കുന്നത്, ഇങ്ങനെ ഉണ്ടാകുന്ന കൃഷിനാശങ്ങൾ, ജീവനാശങ്ങളൊക്കെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് സംസ്ഥാന ദുരന്തമായി അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ദുരന്തമായി ഡിക്ലെയർ ചെയ്തതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് സാധാരണ ദുരന്ത നിവാരണത്തിന് കിട്ടുന്ന അതേ രീതിയിലുള്ള എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഈ പറയുന്ന രീതിയിലുള്ള വന്യമൃഗശല്യം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ വകുപ്പും ഒക്കെ ആയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ SOP ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപായിട്ട് തന്നെ അത്തരം നഷ്ടപരിഹാരങ്ങളുണ്ടായ ആളുകൾക്ക് ആ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാനായിട്ടുള്ള ഒരവസരം ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. അത് കളക്ടറേറ്റ് വഴിയോ താലൂക്ക് വഴിയോ ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് വഴിയോ ഇതിന് അപേക്ഷകൾ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മലയോര മേഖലയിലുള്ള ആളുകൾക്കൊക്കെ കുറച്ചും കൂടി എളുപ്പം വില്ലേജ് ഓഫീസ് വഴി അപേക്ഷകൾ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ അപേക്ഷ കൊടുക്കുന്നതിന് പ്രത്യേക ഫോർമാറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വെള്ളക്കടലാസിൽ എഴുതിയ അപേക്ഷകൾ സമർപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, ആധാർ കാർഡും മറ്റ് പ്രൂഫുകളും എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൻ്റെ കെയർ ഓഫിൽ കളക്ടറേറ്റ് വഴിയായിട്ട് ഇതിൻ്റെ നഷ്ടപരിഹാരങ്ങൾ നൽകി തുടങ്ങും എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പോൾ ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം ജീവനാശം വരുന്ന ഒരാൾക്ക് ഏകദേശം 4 ലക്ഷം രൂപയാണ് കിട്ടുക. അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൊടുക്കുന്ന ആ നഷ്ടപരിഹാരത്തിന് അപ്പുറത്താണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഓൾറെഡി 10 ലക്ഷം രൂപ വരെയും ഏതെങ്കിലും ഒരു വന്യജീവി ആക്രമണം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ അവരുടെ നഷ്ടപരിഹാര വിഹിതം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാക്കിയത്. തത്വത്തിൽ ഇപ്പോൾ വന്യമൃഗ ആക്രമണം കൊണ്ട് ജീവനഷ്ടം സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് 20 ലക്ഷം രൂപ കിട്ടാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്, 2 സർക്കാരിൻ്റെയും കൂടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഈ ദുരന്തം മൂലമുണ്ടാകുന്ന മരണങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 4 ലക്ഷവും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 24 ലക്ഷം രൂപ ആ നഷ്ടപരിഹാരം കിട്ടാനായിട്ട് നമുക്ക് ക്ലെയിമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് തുടങ്ങാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുക. അതുപോലെ തന്നെ വന്യമൃഗ ആക്രമണം മൂലമുണ്ടാകുന്ന കൃഷിനാശങ്ങൾ, വിളനാശം, അങ്ങനെയുള്ള നാശങ്ങൾക്ക് വേണ്ടിയിട്ടും അപേക്ഷിക്കാനായിട്ടുള്ള അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വന്യമൃഗ ആക്രമണം മൂലമുണ്ടായ വിളനാശമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന് ആവശ്യമായിട്ടുള്ള തെളിവുകളും കൂടി നമ്മൾ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വിളനാശം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിൻ്റെ ഫോട്ടോ എടുക്കാനും അത് എങ്ങനെ കരുതി വയ്ക്കുവാനും അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷയോട് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ കർഷകർ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുക. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് ജീവനാശമാണേലും ഇപ്പോൾ വിളകളുടെ നാശമാണേലും നമ്മൾ പരാതിപ്പെടണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ആ കാരണമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പലപ്പോഴും കോടതിയിലേക്ക് വന്യമൃഗ ആക്രമണത്തിൻ്റെ പേരിൽ കേസുകളുമായിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കോടതി ചോദിക്കുന്നത് എന്തുമാത്രം ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്തുമാത്രം പരാതികൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ചോദിക്കുക. ഉദാഹരണത്തിന് പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ കേസ് കർഷക സംഘടനകൾ കോടതിയിൽ ഫയൽ ചെയ്തപ്പോൾ എന്തുമാത്രം കേസ് ഈ പന്നിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡാറ്റയാണ് കോടതി ചോദിച്ചത്. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ഡാറ്റ കൊടുക്കാൻ പാകത്തിന് ഒരു നല്ല നമ്പർ ഓഫ് കേസസ് ഓൾറെഡി ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഈ വന്യമൃഗ ആക്രമണങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, വേണ്ട രീതിയിൽ അത് ഡോക്യുമെൻ്റഡ് ആകാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ വന്യമൃഗങ്ങളെ ഏതിനെങ്കിലും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ആ ജീവി മൂലം ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തിൻ്റെ കണക്ക് കൂടി സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ പ്രത്യേകിച്ച് കർഷകരുടെ കയ്യിൽ ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാരെല്ലാവരും അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള, അത് ചെറുതോ വലുതോ ആകട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള വിളനാശം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
തൊട്ടടുത്ത വില്ലേജ് ഓഫീസിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തെളിവുകളും പരാതികളും സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ ജാഗ്രത കാണിക്കണം. എന്നാൽ മാത്രമേ നമുക്കിനി ഒരു നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു സാധ്യമാവുള്ളൂ. അപ്പോൾ അതേപോലെ ഈ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോടും മറ്റ് കർഷകരായിട്ടുള്ള ആളുകളോടും ഈ കാര്യങ്ങളൊക്കെ എത്താത്ത കർഷകരെ അവരെ സഹായിക്കുകയും കൂടെ ചെയ്യാൻ, അത് കർഷകൻ സഹായിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം സാധ്യമാവുള്ളൂ. അത് നമുക്കറിയാം. അപ്പോൾ കർഷകർ പരസ്പരം സഹായിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമാണ്. കർഷകർക്ക് വേണ്ടി നിലനിൽക്കാൻ കർഷകർ തന്നെ ഉള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരാതികളെ നമ്മൾ കൊടുക്കുമ്പോൾ അത് ആ പ്രദേശത്തുണ്ടാകുന്ന കാര്യത്തിന് അവിടെ പ്രാദേശികമായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാകണമെന്ന് പറയുക. പലപ്പോഴും ഈ വന്യമൃഗശല്യ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരിനോട് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ നമ്മളോട് പറയുന്നത് അത് കേന്ദ്രത്തിൻ്റെ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിൽ നിന്നാണ് തീരുമാനിക്കുക. കാരണം ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് സംസ്ഥാന സർക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് അവതരിപ്പിക്കുക. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ പെട്ട മന്ത്രിമാരെയും മറ്റ് ആൾക്കാരെയൊക്കെ കണ്ട് ഈ പരാതികളൊക്കെ ഉന്നയിക്കുമ്പോൾ അവർ പറയുക, ഇന്ത്യ പോലെയൊരു മഹാരാജ്യത്ത് ഒരു ജീവിയെയും ഇന്ത്യയിൽ മൊത്തമായിട്ട് വെറുമിനാക്കാൻ, അതായത് ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള നിയമം നിലവിലില്ല എന്നാണ് പറയുക. അപ്പോൾ ഈ നമുക്കെല്ലാം ഇവിടെയുള്ളത് ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്റ്റാണ്. അതായത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, അതേപോലെ ഈ വന്യമൃഗങ്ങളുടെ സംരക്ഷണ നിയമം, അങ്ങനെയാണ്. മാനേജ്മെൻറ്റ് ആക്റ്റിലേക്ക് നമ്മൾ ഒരിക്കലും കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആക്റ്റിൽ കാലോചിതമായിട്ടുള്ള ഒരു ചേഞ്ച് വേണം, തിരുത്തൽ വേണം. ഇവിടെ മാനേജ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടി. ഇപ്പോൾ വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് ആക്റ്റാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ചേഞ്ച് ചെയ്ത് വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് ആക്റ്റാണ് നമുക്ക് വേണ്ടത്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പോഴാണ് ഇതിൻ്റെ നമ്പർ കൂടുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനും നമ്പർ കുറയുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ആ നിയമത്തിലുണ്ടാകുക. അപ്പോൾ ഇത്തരം നിയമങ്ങളിലേക്ക് ഒരു രാജ്യത്തെ നിയമത്തെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് സീരിയസ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടാകണം. ആ റീസണാണ് നമ്മൾ പറയുന്നത്. നമുക്കുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നമ്മൾ പരാതിപ്പെടുമ്പോൾ ആ പരാതികൾ തന്നെ ഇത്തരത്തിലുള്ള നിയമത്തെ പൊളിച്ചെഴുതണമെന്ന് ഒരു കാലഘട്ടത്തിലെ ആളുകളെ, ഉത്തരവാദിത്തപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടെ ഉള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള പരാതികൾ. അപ്പോൾ പരാതികളുടെ വെളിച്ചത്തിൽ ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് ഒരു മൃഗത്തെയും ഇന്ത്യയിൽ മുഴുവനും ഒരെണ്ണത്തിനെയും ഒരു ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്ന നിയമമല്ല. പ്രാദേശികമായിട്ട് ഏതെങ്കിലും ഒരു ജീവി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ദോഷകരമാവുന്നു, ഹാനികരമാവുന്നു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജീവിയെ ആ പ്രദേശത്ത് തന്നെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെയൊക്കെ പ്രദേശങ്ങളിൽ ഈ അടിക്കടി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ പന്നിയുടെ പോലെയുള്ള, ഇല്ല കുരങ്ങിൻ്റെ പോലെയുള്ള, മയിലിൻ്റെ പോലെയുള്ള, ഇല്ല മറ്റ് ജീവികളുടെ പോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ജീവികൾ ആ പ്രദേശത്ത് അധിവസിക്കുന്ന മനുഷ്യർക്ക് ഒരു ഭീഷണിയായി മാറുന്നു എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ കോടതികളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ പേരിലുള്ള പരാതികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടം കിട്ടുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ പരാതി കൊടുക്കുക. ഭാവിയിലുള്ള നമ്മുടെ നിലനിൽപ്പിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരാതികൾ നമ്മൾ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ സാധ്യമാകുന്ന രീതിയിലൊക്കെ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണത്തിന്, അതായത് വിളനാശം, കൃഷിനാശം പോലെയുള്ള കാര്യങ്ങൾ, ഇനി ഈ ജീവനാശം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ പ്രൊവിഷൻസും പ്രയോജനപ്പെടുത്തി കർഷകർ ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും. അതിനുവേണ്ടി കർഷക സമൂഹം ഉണരണം, കർഷക സമൂഹം മുൻപോട്ട് വരണം. ഒരു അല്പം സമയം പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം, ഇല്ലെങ്കിൽ ഈ സാധാരണ കർഷകരുടെ ഒരു ചിന്തയുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് ഇനി എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. ഒരു തെങ്ങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ തുലവും തുച്ഛമായിട്ടുള്ള നഷ്ടപരിഹാരം മാത്രമാണ് നമുക്ക് കിട്ടുക. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അടുത്ത കാലഘട്ടങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ, അടുത്ത ജനറേഷനിൽ പോലും അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രിക്കോഷനാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്ന പരാതികൾ. അത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ കർഷകരും മുൻപോട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.